എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം ചോദ്യോത്തരങ്ങളും എല്ലാം തന്നെ എല്ലാവരും പഠിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതൊരു പദ്യഭാഗമാണ്. പാഠം 13 വിദ്യ, ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. കേരളക്കരയിൽ സർവത്ര വ്യാപകമായ ഒരു വാചകമാണ് എന്ത്? വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നത്. വിദ്യ എങ്ങനെയാണ് സർവധനമായി മാറുന്നത്? അതായത് വിദ്യ കൈവശമുള്ള ഒരു വ്യക്തിക്ക് അത് കൊടുക്കും തോറും ഏറിടുന്ന ഒരു ധനമാണ് വിദ്യ എന്നത്. ആയുധം കയ്യിലുണ്ടെങ്കിലേ നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്നത് വിദ്യ തന്നെയാണ്. വിദ്യ സ്വീകരിക്കുന്നവനും കൊടുക്കുന്നവനും ആനന്ദമുണ്ടാകുന്നു. അതുപോലെ തന്നെ കള്ളന്മാർ കൊണ്ടുപോകാത്ത ഒരു ധനം കൂടിയാണെന്ത്? വിദ്യ. അപ്പോൾ ഏറ്റവും സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ നേടിയെടുക്കേണ്ട ഒരു ധനമാണ് എന്ത്? വിദ്യ. അപ്പോൾ നമ്മുടെ കവിത എഴുതിയിരിക്കുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നു. അദ്ദേഹം സംസ്കൃത ഭാഷയിലെ അതിമനോഹരമായ ശബ്ദങ്ങളെ മലയാളത്തിന്റെ തനിമയിലേക്ക് ആവാഹിച്ചു. ചങ്ങനാശ്ശേരിയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ലളിത ശൈലിയിലുള്ള ബാലസാഹിത്യം മുതൽ ഉമാകേരളം പോലുള്ള മഹാകാവ്യം വരെ അദ്ദേഹം രചിച്ചു. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. എല്ലാവരും തന്നെ പാഠപുസ്തകം കയ്യിലെടുക്കുക. ടീച്ചർ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പാഠം 13 വിദ്യ. വിത്തമെന്തിന്നു മർത്യന്നു വിദ്യ കൈവശമാകുകിൽ, വെണ്ണയുണ്ടെങ്കിൽ നറുനെയ്യ് വേറിട്ട് കരുതേണമോ. വിദ്യ വിട്ടു നരന്നാമോ വിശ്വംഭരിയിൽ വാഴുവാൻ, ആയുധം കയ്യിലില്ലാത്തോ നടരാടുന്നതെങ്ങനെ. പുറംകണ്ണു തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ, അകക്കണ്ണു തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണം. അന്നമേകുന്നവൻ മോദമപ്പോൾ മാത്രമണച്ചിടും, ആ ജീവാനന്ദമാനന്ദമരുളു വിദ്യ നൽകുവാൻ. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും, മേന്മ നൽകുമരിച്ചാലും വിദ്യ തന്നെ മഹാധനം. ഈ പദ്യഭാഗത്തിന്റെ സംഗ്രഹം നോക്കാം. എല്ലാവരും പുസ്തകം എടുത്ത് വയ്ക്കാൻ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ വിത്തമെന്തിന് മർത്യന് വിദ്യ കൈവശമാകുകിൽ. വിത്തം എന്ന് വെച്ചാൽ ധനം, സമ്പത്ത്. ധനം എന്തിനാണ് മർത്യന്? മർത്യൻ എന്ന് വെച്ചാൽ മനുഷ്യൻ. മനുഷ്യന് ധനം എന്തിനാണ്? വിദ്യ കൈവശമാകുകിൽ. കയ്യിൽ വിദ്യയുണ്ടെങ്കിൽ വേറൊരു ധനത്തിന്റെ ആവശ്യം ഇല്ല. വെണ്ണയുണ്ടെങ്കിൽ നറുനെയ്യ് വേറിട്ട് കരുതണമോ. വെണ്ണയിൽ നിന്നാണല്ലോ നമ്മൾ നെയ്യ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ വെണ്ണയുണ്ടെങ്കിൽ വേറെ നെയ്യ് നമുക്ക് കരുതേണ്ട ആവശ്യമില്ല. വിദ്യ വിട്ടു നരന്നാമോ വിശ്വംഭരിയിൽ വാഴുവാൻ. അതായത് വിദ്യയില്ലാത്ത ഒരു മനുഷ്യന് ലോകത്ത് പുലരാൻ സാധിക്കുകയില്ല. ആയുധം കയ്യിലില്ലാത്തോ നടരാടുന്നതെങ്ങനെ. ആയുധം കയ്യിലില്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് യുദ്ധം ജയിക്കാൻ പറ്റുന്നത്? പുറംകണ്ണു തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ, അകക്കണ്ണു തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണം. പുറത്തെ കാഴ്ചകൾ കാണുവാനായിട്ട് നമുക്ക് എന്ത് വേണം? സൂര്യപ്രകാശം വേണം അല്ലേ? അംശുമാൻ എന്ന് വെച്ചാൽ സൂര്യന്റെ പ്രകാശം നമുക്ക് വേണം. എന്നാൽ നമ്മുടെ മനസ്സിലെ അകക്കണ്ണ് തുറപ്പിപ്പാൻ എന്ത് വേണം? ബാല്യത്തിൽ തന്നെ നമുക്ക് വിദ്യ അഭ്യസിപ്പിച്ചു തരാൻ ആശാൻ ഉണ്ടാവണം. ആശാൻ എന്ന് വെച്ചാൽ അധ്യാപകൻ. നമുക്കൊരു അധ്യാപകൻ ഉണ്ടാവണം. അന്നമേകുന്നവൻ മോദമപ്പോൾ മാത്രം അണച്ചിടും, ആജീവാനന്ദം ആനന്ദമരുളും വിദ്യ നൽകുവാൻ. അന്നമേകുന്നവൻ എന്ന് വെച്ചാൽ ഭക്ഷണം നൽകുന്നവൻ. ഒരു വ്യക്തിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ആ സമയത്ത് കൊടുക്കുന്നവനും കിട്ടുന്നവനും ആനന്ദമുണ്ടാകുന്നു. എന്നാൽ വിദ്യ കൊടുക്കുമ്പോൾ നമുക്ക് ആജീവാനന്ദം, ജീവിതകാലം മുഴുവനും കിട്ടുന്ന ആൾക്കും കൊടുക്കുന്ന ആൾക്കും സന്തോഷം പ്രദാനം ചെയ്യുന്നു. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. പിന്നെ നമ്മുടെ കയ്യിലൊരു സമ്പത്തുണ്ടെങ്കിൽ അത് കള്ളന്മാർ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് അല്ലേ? അപ്പോൾ
ഇവിടെ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് എന്താണ്? വിദ്യയാണ്. ഈ വിദ്യ എന്ന സമ്പത്ത് ഒരാൾക്കും ഒരു കള്ളനും നമ്മുടെ കയ്യിൽ നിന്ന് കട്ടുകൊണ്ടുപോകാൻ സാധിക്കുകയില്ല. മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹധനം. വിദ്യയുള്ളൊരു വ്യക്തി മരിച്ചാൽ അയാളുടെ മേന്മ എന്നും വാഴ്ത്തപ്പെടും. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു തരാം. വിത്തമെന്തിനു മർത്യനോ വിദ്യ കൈവശമാകുകയിൽ. ഒരു മനുഷ്യന് വിദ്യ കൈവശമുണ്ടെങ്കിൽ അവന് വിത്തമെന്തിന് വേറൊരു ധനത്തിന്റെ ആവശ്യം. ഒരു മനുഷ്യന് വിദ്യ കൈവശമുണ്ടെങ്കിൽ അവന് വേറെ ധനത്തിന്റെ ആവശ്യമില്ല. വെണ്ണയുണ്ടെങ്കിൽ നറുനെയ്യ് വേറിട്ട് കരുതണമോ? ശുദ്ധമായ വെണ്ണ കയ്യിലുണ്ടെങ്കിൽ മറ്റൊരു നെയ്യിന്റെ ആവശ്യം നമുക്ക് ഇല്ല. വിദ്യ വിട്ട് നരനാമോ വിശ്വംഭരിയിൽ വാഴുവാൻ. ആയുധം കയ്യിലില്ലാത്തോ നടരാടുന്നതെങ്ങനെ? അതായത് വിദ്യയില്ലാത്തൊരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല. അതായത് ആയുധം കയ്യിലില്ലാത്ത ഒരു വ്യക്തിക്ക് യുദ്ധത്തെ ജയിക്കാൻ സാധിക്കുകയില്ല. പുറംകണ്ണ് തുറപ്പിപ്പു പുലർവേളയിൽ അംശുമാൻ. അകക്കണ്ണ് തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണം. അതായത് പുറത്തെ കാഴ്ചകൾ കാണുവാനായി നമ്മെ സഹായിക്കുന്ന സൂര്യപ്രകാശമാണ്. അംശുമാൻ പുലർവേളയിൽ, അതായത് രാവിലെ തന്നെ സൂര്യൻ ഉദിച്ചാൽ മാത്രമേ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അകത്തെ കാഴ്ചകൾ, നമ്മുടെ മനസ്സിലുള്ള കാഴ്ചകൾ, അതായത് മനക്കണ്ണ് തുറക്കാൻ നമുക്ക് അറിവ് ലഭിക്കാൻ നമുക്ക് ആരുടെ സഹായം വേണം? ആശാന്റെ സഹായം വേണം. ഒരു അധ്യാപകന്റെ സഹായം ആവശ്യമാണ്. അത് നമുക്ക് ബാല്യത്തിൽ തന്നെ കിട്ടണം. അന്നമേകുന്നവൻ മോദം അപ്പോൾ മാത്രം അണച്ചിടും. മോദം എന്ന് വെച്ചാൽ സന്തോഷം. അന്നമേകുന്നവൻ, ഭക്ഷണം നൽകുന്ന ഒരു വ്യക്തിക്ക് ആ സമയത്ത് സന്തോഷമുണ്ടാകുന്നു. വ്യക്തിക്കും അത് കിട്ടിയ ആൾക്കും സന്തോഷമുണ്ടാകുന്നു. എന്നാൽ ആജീവാനന്ദമാനന്ദമരുളും വിദ്യ നൽകുവാൻ. വിദ്യ നൽകുമ്പോൾ ആ വ്യക്തിക്ക് ആജീവാനന്ദം, ജീവിതകാലം മുഴുവനും സന്തോഷം പ്രദാനം ചെയ്യുന്നു. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുന്തോറുമേറിടും. മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. ഒരു കള്ളന്മാർക്കും കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ധനമാണ് വിദ്യ എന്നത്. ഇത് വിദ്യ നേടിയ ഒരു വ്യക്തി മരിച്ചാലും അദ്ദേഹത്തിന്റെ മേന്മ എന്നും വാഴ്ത്തപ്പെടും. ഇത്രയുമാണ് നിങ്ങളുടെ പാഠഭാഗം. ഇതാണ് ഇതിൻ്റെ സംഗ്രഹം. അപ്പോൾ നിങ്ങളിത് നന്നായി വായിക്കുക. 5 പ്രാവശ്യം വീതം ഈ പദ്യഭാഗം വായിച്ചിട്ട് എല്ലാവരും ഗ്രൂപ്പിൽ വോയിസ് വിടണം കേട്ടോ. കുറച്ച് പദങ്ങൾ പറഞ്ഞുതരാം. എഴുതി പഠിക്കാനുള്ള പദങ്ങൾ: 1 വിദ്യ, 2 വിത്തം, 3 മർത്യൻ, 4 വിശ്വംഭര, 5 അംശുമാൻ, 6 അകക്കണ്ണ്, 7 ആജീവാനന്ദമാനന്ദം. ഈ 7 പദങ്ങൾ 5 പ്രാവശ്യം വീതം എല്ലാവരും റഫ് ബുക്കിൽ എഴുതി പഠിക്കണം കേട്ടോ. 59 അതിൽ മാതൃക പോലെ എഴുതുക. ചത്തുപോകില്ല, ഒരു മാതൃക തന്നിട്ടുണ്ട്. ചത്തുപോവുകയില്ല, അതുപോലെ അടുത്തതൊക്കെ എഴുതാം. കൊണ്ടുപോകില്ല, വാങ്ങി വരില്ല, കണ്ടു പറയില്ല. ഇതൊക്കെ തന്നെ മാതൃക നോക്കി എഴുതാം കേട്ടോ. ടെക്സ്റ്റിൽ തന്നെ എഴുതിയാൽ മതി. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെയില്ല ഹോംവർക്ക്. അപ്പോൾ എല്ലാവരും ഇത് വായിക്കുക. ഇതിൻ്റെ വോയിസ് നിങ്ങൾ ഗ്രൂപ്പിലിടാം കേട്ടോ. ഇത്രയാണ് പാഠഭാഗം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോപ്പി ബുക്ക് ഒരു 3 പേജ് വീതം എഴുതാം കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി.